നമ്മൾ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ബിസിനസ് എത്തിക്സിനെ കുറിച്ചിട്ടായിരുന്നു. സ്നേഹമം മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ആ, ബിസിനസ് എത്തിക്സിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയകൾ നമ്മൾ നോട്ട് ചെയ്തു. ഹോണസ്റ്റിയാണ്, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി, അതുപോലെ കോൺഫിഡൻഷ്യലിറ്റി, പിന്നെ ഫെയർനെസ് അല്ലേ, എല്ലാവരോടും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക, അതുപോലെ പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബിസിനസ് എറ്റിക്കറ്റ്സിനെ കുറിച്ചിട്ടാണ്. എറ്റിക്കറ്റ്സ്, ഞാൻ ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു സ്പെല്ലിങ് ഞാൻ നേരത്തെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എറ്റിക്കറ്റ്സ്? പലരും എത്തിക്സും അതുപോലെ എറ്റിക്കറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എത്തിക്സ് എന്ന് പറഞ്ഞാൽ മോറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അതായത് നമുക്കുള്ള ധാർമ്മിക മൂല്യം എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മറ്റൊരാളെ വഞ്ചിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ മറ്റൊരാളെ കബളിപ്പിക്കാൻ പാടില്ല, പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുത്ത് പറ്റിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ നമ്മളൊരു വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ വാഗ്ദാനം ചെയ്ത അതേ സമയത്ത് നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ ആ സമയത്ത് തന്നെ അത് ചെയ്തു തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇതൊക്കെയാണ് ബിസിനസ്സിലെ എത്തിക്സ് എന്ന് പറയുന്നത്, അല്ലേ? അതല്ലെങ്കിൽ നമ്മൾക്ക് കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ സെർവ് ചെയ്യണം. ഇതൊക്കെയാണ് ബിസിനസ്സിലെ എത്തിക്സ് എന്ന് പറയുന്നത്. എന്നാൽ എറ്റിക്കറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഫഷണൽ മാനേഴ്സ് ആണ്. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എക്സ്റ്റേണൽ ബിഹേവിയേഴ്സ് എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് കസ്റ്റമറോട് പെരുമാറുന്ന സ്റ്റാഫുകളെ കാണാൻ കഴിയും, അല്ലേ? അപ്പോൾ ആ ഒരു പെരുമാറ്റത്തെ, അല്ലെങ്കിൽ അവർ ഏറ്റവും നന്നായിട്ട് പെരുമാറുന്ന ആ ഒരു രീതിയെ നമുക്ക് ബിസിനസ് എറ്റിക്കറ്റ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ. അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള മാനേഴ്സ് ആണ് പ്രധാനമായിട്ടും എറ്റിക്കറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എന്താ പറയുക, നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ടല്ലോ, ഈ ക്യാരക്ടറും ബിഹേവിയറും ഒന്നാണോ? ക്യാരക്ടറും ബിഹേവിയറും ഒന്നാണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മള് ഇൻബോൺ ആയിട്ട് അതാണ് ഓക്കെ. പെരുമാറ്റം. നമ്മൾ ഡെയിലി മറ്റുള്ളവരോട് പെരുമാറുന്ന. അതെ 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 അതെ, കറക്റ്റാണ്. സ്നേഹമേം പറഞ്ഞത് വളരെ കറക്റ്റായ ഒരു ആൻസറാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്, അല്ലേ? നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജനിതകമായിട്ട്, അതല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു വളർന്ന ചുറ്റുപാടുകളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന നമ്മുടെ സ്വഭാവമാണ്, ബേസാണ് എന്ത്, ക്യാരക്ടർ എന്ന് പറയുന്നത്. ബിഹേവിയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ മുകളിൽ, അല്ലേ, നമുക്ക് എന്താ പറയുക, നമ്മുടെ വസ്ത്രം പോലെ നമുക്ക് മാറ്റാൻ കഴിയുന്ന, മാറ്റി ഉടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ മാസ്കൊക്കെ പോലെ നമുക്ക് അടിച്ചു വെക്കാനും ഇതാക്കാനൊക്കെ കഴിയുന്ന ഒരു അറ്റയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പരിചയപ്പെടുത്താം? എറ്റിക്കറ്റ്സിനെ പരിചയപ്പെടുത്താം. സിമ്പിളായിട്ട് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എത്തിക്സ് ആണ്, അല്ലേ? ആ എത്തിക്സിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് അവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, അവരോട് നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് എറ്റിക്കറ്റ്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ബേസ് ആയിട്ടുള്ള ബിസിനസ് എറ്റിക്കറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ഗ്രീറ്റിംഗ് എറ്റിക്കറ്റ്സ് ആണ്. നമുക്കറിയാം, നമ്മളൊരു ബിസിനസ്സിലേക്ക്, അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഷോറൂമിലേക്ക്, അതല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ CRMൻ്റെ ആ ഫസ്റ്റ് സെഷനുകളിൽ തന്നെ ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ആളുകളും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനോടൊപ്പം ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് മാത്രമല്ല, മറിച്ച് ഏറ്റവും നല്ല അനുഭവങ്ങളാണ് വാങ്ങുന്നത്. ആ നല്ല അനുഭവങ്ങളാണ് ഒരാൾക്ക് ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെങ്കിൽ അയാൾ വീണ്ടും തിരിച്ച് ആ ഷോപ്പിലേക്ക് തന്നെ വരും എന്നുള്ളതാണ് സത്യം, അല്ലേ? ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റാറ്റസ് കാണുന്നുണ്ടായി. DC ബുക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് തൃശ്ശൂർ ചാവക്കാട് ഭാഗത്തുള്ള ഒരു DC ബുക്സിൻ്റെ ഷോറൂമിൽ നിന്ന് അവർക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്.
DC ബുക്സിൽ നിന്ന് അവർക്ക് 3-4 പുസ്തകങ്ങൾ എന്തോ ഗിഫ്റ്റൊക്കെ കിട്ടിയതായിട്ടുള്ള ഒരു സ്റ്റാറ്റസാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, ആരാടി ഈ ഗിഫ്റ്റൊക്കെ തന്നത്? എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഗിഫ്റ്റ് തന്നത് എന്ന രീതിയിൽ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് DC ബുക്സാണ് തന്നത്. അപ്പോൾ അതെങ്ങനെയാ, നീ അത്ര വായിക്കുന്ന ആളാണോ? കാരണം ഞാൻ ആളെ കണ്ടിടത്തോളം അത്ര വായിക്കുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വൊറാഷ്യസ് റീഡറൊന്നും അല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ, നിങ്ങൾ ഈ അത്ര വായിക്കുകയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വായിക്കലൊന്നുമില്ല, പക്ഷെ ഞാൻ അതിലൂടെ പോകുമ്പോഴൊക്കെ എന്നെ എന്തോ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. അപ്പോൾ അതെന്താന്ന് ചോദിച്ചു. തമാശ രൂപേണ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ, അവിടെ കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാർ വല്ലതുണ്ടോ എന്ന രീതിയിലൊക്കെ ചോദിച്ചു. പക്ഷേ അവിടേക്ക് അപ്പോൾ അവൾ പറഞ്ഞു, അവിടെ അതൊന്നും അല്ലടാ, അവിടെ അവർ നല്ല പെരുമാറ്റമാണ്, ഏറ്റവും നല്ല രീതിയിൽ അവർ പെരുമാറും, ഏറ്റവും നല്ല രീതിയിൽ അവർ സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ അവൾ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. അവള് ഇതുപോലെ ഒരിക്കൽ എന്തോ ഒരു ആവശ്യത്തിന് ഏതോ ഒരു പുസ്തകം നോക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് DC ബുക്സിലേക്ക് കയറുന്നത്. ആ കയറുന്ന സമയത്ത് തന്നെ ഇവരെ കണ്ട് എണീറ്റ് നിന്ന് വളരെ പുഞ്ചിരിച്ച് വളരെ നന്നായിട്ട് സ്വയം പരിചയപ്പെടുത്തിയിട്ട്, അവിടെയുള്ള രണ്ട് ബോയ്സ് തന്നെയാണ്, അവർ വളരെ ഓപ്പൺ ആയിക്കൊണ്ട് അവർ ചിരിച്ചുകൊണ്ട് ഒരു 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 സുഹൃത്തിനോടെന്ന പോലെ ആ ഒരു പരിഗണനയോടുകൂടെ അവളെ ട്രീറ്റ് ചെയ്തു എന്നൊരു കാരണത്താൽ പിന്നീട് അവൾ വായന വരെ തുടങ്ങി. അങ്ങനെയല്ല, അതായത് ആൾക്ക് അത്രത്തോളം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവിടെ കയറാനും, പക്ഷെ ആ സമയത്ത് അവർ തന്നെ വളരെ നന്നായിട്ട്, അവിടുത്തെ ഓണറാണെങ്കിലും ആൾ കുറച്ച് ഏജ്ഡ് ആണ്, ആൾ ഈ നല്ല രീതിയിൽ പെരുമാറാൻ ആൾ തന്നെയാണ് ആ സ്റ്റാഫിനെ പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്യുന്നത് എന്നൊക്കെ അവൾ പറയുണ്ടായി. അപ്പോൾ ആ സ്റ്റാഫുകളുടെ ആ ഒരു പെർഫെക്ഷൻ കാരണം ഇവൾ മാത്രമല്ല, ഇതുപോലെയുള്ള ഒരുപാട് റീഡേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് വായനയോട് എവിടെയൊക്കെയോ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ആ ഷോപ്പിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇത്ര രീതിയിൽ ഇവരുടെ ഈ ഒരു ഷോപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു സ്വീകാര്യത ആളുകളുടെ ഇടയിൽ വർദ്ധിപ്പിക്കാനുള്ള കാരണം ഉണ്ടായത് സിമ്പിളായിട്ട് അവരുടെ പെരുമാറ്റമാണ്, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു അക്കാഡമിക് കൗൺസിലറായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു ഫ്രണ്ട് ഓഫീസിലാണ് മാം നിൽക്കുന്നത്, മാം ഉണ്ടാവുക അല്ലേ, സ്നേഹ മാം. അപ്പോൾ അവർക്ക് അത് പ്രത്യേകമായിട്ട് അത് ക്യാച്ച് ചെയ്യാൻ കഴിയും. ആ ഷോപ്പിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിയിൽ വരുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും സ്നേഹ മാമിനോടിൻ്റെ ഇടപെടൽ അനുസരിച്ചിട്ടാണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണോ അതല്ലെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് ഒരു വാച്ചിങ് കസ്റ്റമറായിട്ട് അല്ലെങ്കിൽ ഒരു എൻക്വയറിങ് കസ്റ്റമറായിട്ട് തിരിച്ചു പോകണോ എന്ന് തീരുമാനിക്കുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഗ്രീറ്റിംഗ് എറ്റിക്കറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഒരാളെ നമ്മൾ കാണുന്ന സമയത്ത്, അല്ലേ, നമ്മൾ ഒന്ന് എണീറ്റ് നിൽക്കുക, പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് പുഞ്ചിരിക്കുക, നന്നായിട്ട് ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുക, അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് CRMൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള, അല്ലേ, നമുക്കറിയാം കസ്റ്റമർ റിലേഷൻഷിപ്പാണ് നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള നമ്മുടെ വിഷയം. ഈ കസ്റ്റമർ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനം തന്നെയാണ് ഈ ഒരു ഗ്രീറ്റിംഗ് എറ്റിക്കറ്റ് എന്ന് പറയുന്നത്. എണീറ്റ് നിൽക്കുക, പുഞ്ചിരിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് പരിചയപ്പെടുത്തുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചില ആളുകൾ ഷോപ്പിലേക്കൊക്കെ കയറി വരുന്ന കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന ഒരു രീതി, അല്ലേ, നമ്മൾ ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലാണ് അല്ലെങ്കിൽ വേണ്ട, അപ്പോൾ സ്നേഹ മാമിൻ്റെ അവിടെ അക്കാഡമിയിലേക്ക് ഈ ഇതുമായിട്ടുള്ള ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഒരാൾ കയറി വരികയാണ്. അപ്പോൾ സ്നേഹ മാം ഇങ്ങനെ ചാരി ഇരുന്നിട്ട് എന്തോ തിരക്കിലാണ്, ആളെന്തോ ഒരു ഫോണിൽ ആരോടോ ഇങ്ങനെ അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഒരാൾ കയറി വരുന്നത്, അയാളോട് പറയാണ്, എന്തായിരുന്നു പറഞ്ഞോളി എന്ന രീതിയിൽ ഒരു ഒരു നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട്, ഇഗ്നോർ ചെയ്തുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്ക് പറയാൻ വന്ന മൂടൊക്കെ പോയിട്ടുണ്ടാവും. എന്തൊക്കെയോ ചെയ്യണം, എന്തൊക്കെയോ പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു താല്പര്യത്തിലായിരിക്കും അയാളിന് കയറി വന്നിട്ടുണ്ടാവും. പക്ഷേ ആ ഒരൊറ്റ പെരുമാറ്റം കൊണ്ട് അവിടെ ആൾക്ക് മൂഡ് പോയി. പറഞ്ഞാൽ ആൾ ചിലപ്പോൾ ചോദിക്കാൻ വന്ന കാര്യമൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും, പക്ഷെ അയാൾക്ക് ചെയ്യാൻ തോന്നില്ല. അയാളെ മറിച്ച് അതേ സ്ഥാനത്ത് ഇപ്പോൾ സ്നേഹ മാമിൻ്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്നേഹ മാം എണീറ്റ് നിന്ന് വളരെ താല്പര്യത്തോട് സാറേ പറയൂ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ അവരെ പരിഗണിച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വാല്യൂ കൊടുത്തുകൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും, ഇപ്പോൾ അവിടുത്തെ കോഴ്സ് ആണെങ്കിലും അവിടുത്തെ സർവീസ് ആണെങ്കിലും അതൊന്നും ആൾക്ക് ആവശ്യമില്ലെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന ഈ ഒരു പരിഗണന എനിക്ക് കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന ഒരാലോചന ആളുടെ മനസ്സിലുണ്ടാവും. ഇവിടെ ആ ഒരു വാല്യൂ ആണ്, നമ്മൾ കൊടുത്ത വാല്യൂ, നമ്മൾ കൊടുത്ത ആ ഒരു പരിഗണനയാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയത്. അപ്പോൾ അവിടെ ഗ്രീറ്റിംഗ് എറ്റിക്കറ്റ് എന്ന് പറയുന്നത് അത്ര പ്രധാനമാണ്. എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഷുവർ. ഓക്കെ.
പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ എറ്റിക്കറ്റ്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ബിസിനസ്സിൽ തന്നെ റഷീദ മാം, ജഹാന മാം, വീഡിയോ രണ്ടുപേരും ഓഫാണ്, നോണാക്കണേ. പിന്നെ നമ്മൾ ബിസിനസ്സിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അത് നമ്മൾ കസ്റ്റമർ നമ്മുടെ ഫ്രണ്ട് ഓഫീസിലാണെങ്കിലും അതല്ലെങ്കിൽ ഏത് ബിസിനസ് ഓണർ ആണെങ്കിൽ പോലും നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നത് നമ്മുടെ പ്രൊഫഷണാലിറ്റി അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോൺ എടുത്തിട്ട് ഹലോ അല്ലേ, നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ചില രക്ഷിതാക്കളൊക്കെ അറിയാതെ കോള് വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അങ്ങോട്ടേക്ക് വിളിക്കുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും ചിലർ ഫോൺ എടുത്തിട്ടാണ് അവിടെ വേറെ വർത്താനമൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്കാണ് ഹലോ ഹലോ ആരാ. അപ്പം ഈ ഒരു രീതിയിലുള്ള ഒരു സംസാരം അത് തീർച്ചയായിട്ടും ഒരു ബാഡ് മാനറാണ്, അല്ലെങ്കിൽ ഒരു ബാഡ് എറ്റിക്കറ്റാണ്. നമ്മൾ സംസാരിക്കുന്നതിൽ വളരെ പ്രൊഫഷണലിസം, ഒരു ഹൈ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുക എന്നുള്ളത് ബിസിനസ് എറ്റിക്കറ്റ്സിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അല്ലേ, നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് എങ്ങനെ സംസാരിക്കാം. ഹായ്, ഇപ്പോൾ നമ്മളൊരാളെ വിളിക്കുകയാണ്, ഇപ്പോൾ സ്നേഹ മാമിന് അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ജഹാന മാമിന് ഒരു കോള് വരികയാണ്. അപ്പോൾ ആ ഒരു കോള് വരുന്ന സമയത്ത് ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ജഹാന സിറാജ് ഫ്രം എന്തെങ്കിലും ഒരു കമ്പനി, ഒരു അക്കാഡമിയുടെ പേര് പറഞ്ഞിട്ട് ഹൗ കൻ ഐ ഹെൽപ്പ് യു മാം അല്ലേ. ആ ഒരു രീതിയിൽ വളരെ പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്നതും, അതിലപ്പുറത്ത് ഇപ്പോൾ ജഹാന മാമിന് കോള് വന്ന സമയത്ത് ജഹാന മാം ഇവിടെ എന്തോ കുട്ടികൾ കരയുന്നുണ്ട്, കുട്ടികളെ തിരക്കും ഒച്ചപ്പാടൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോൺ എടുത്തിട്ട് ഹലോ ആരേനോ എന്ന് ചോദിക്കുന്നതും അല്ലേ, അത് ഒരിക്കലും ആ വിളിച്ച കസ്റ്റമർക്ക് അല്ലെങ്കിൽ വിളിക്കാൻ പ്രൊഫഷണലായിട്ട് ഒരു കാര്യം എൻക്വയറി ചെയ്യാൻ വന്ന ആ കസ്റ്റമർക്ക് അതൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും. തീർച്ചയായിട്ടും അത് ആ ഒരു കസ്റ്റമർ നഷ്ടപ്പെട്ടു പോകാനും അത് കാരണമാവും. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചില അക്കാഡമിക് കൗൺസിലേഴ്സ് തന്നെ, എനിക്കങ്ങനെ ഒരു അനുഭവം ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്. എന്തോ തിരക്കിലായിരിക്കാം, ഒരിക്കൽ എന്നെ വിളിച്ച സമയത്ത് ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇങ്ങനെ ചവച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ ചവക്കുന്നത് വരെ എനിക്കിവിടെ ഫോണിൽ കേൾക്കുന്നുണ്ട്. എനിക്ക് ചടച്ചുപോയി. അന്ന് ഞാൻ ഒന്നും പറയാതെ കട്ട് ചെയ്ത്. അപ്പം അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഈ അടുത്ത് നമ്മുടെ മെസ്സി ഇന്ത്യയിൽ വന്ന ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവിടെ മെസ്സി വന്ന സമയത്ത് മെസ്സി ആ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ അവിടെ നമ്മുടെ ഹൈദരാബാദിലാണെന്ന് തോന്നുന്നുണ്ട്. ഹൈദരാബാദിലല്ലേ വന്നത് മെസ്സി? വന്നത് എവിടെയായിരുന്നു? ഏതോ ഒരു ഗ്രൗണ്ടിൽ, ചെന്നൈയിലോ എവിടെയായിരുന്നു, ആർക്കും അറിയില്ല. ഓക്കെ, ചെന്നൈയിലാണെന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും അവിടെ വന്ന് നമ്മുടെ കർണാടക മുഖ്യമന്ത്രി എല്ലാം അവരെല്ലാം ഉണ്ടായിരുന്നു. കർണാടകയിലെ മുഖ്യമന്ത്രി എല്ലാവരും അവരുടെ കൂടെ ഫുട്ബോൾ തട്ടുകയൊക്കെ ചെയ്തൊരു സമയം. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ കണ്ടോന്നറിയില്ല, കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. ആ ലേഡി മെസ്സിയുടെ കൂടെ സെൽഫി എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വളരെ വൈറലായിരുന്നു. അതായത് ആളിങ്ങനെ സെൽഫി എടുക്കുകയാണ്, അതെന്തോ മെസ്സി അവളുടെ കൂടെ അങ്ങോട്ടേക്ക് ചോദിച്ചിട്ട് സെൽഫി എടുക്കാൻ നിന്ന പോലെയൊക്കെയാണ് ആൾ സെൽഫി എടുത്തിരുന്നത്. പിന്നെ സെൽഫി എടുക്കുന്ന സമയത്ത് തന്നെ ഇവളിങ്ങനെ ചൂയിങ്ങും ഇങ്ങനെ ചമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര മോശമായിട്ട് എന്ന് പറഞ്ഞാൽ, അത്രയും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വേൾഡ് ഫുട്ബോളറുടെ മുന്നിൽ എന്താ പറയുക, ഒരു സെൽഫി എടുക്കുന്ന സമയത്ത് ആളുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത്, ആളോട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇവളിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, വളരെ മോശമായിട്ട് അതിനെ എന്താ പറയുക, ശരിക്ക് സോഷ്യൽ മീഡിയകളിൽ ട്രോളന്മാരൊക്കെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിരുന്നു അവളെ. അത്രത്തോളം നന്നായിട്ട് ട്രോളലും കാര്യങ്ങളൊക്കെ, അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു ഒരു ഒരു ബിഹേവിയറാണ്, ഒരു എറ്റിക്കറ്റ്സ് ആണ്. ഒരിക്കലും ബിസിനസ്സിൽ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മൾ ഏതൊരാളോട് നമ്മൾ ഇടപഴകുന്ന സമയത്തും മുന്നിൽ നിൽക്കുന്ന ആളെ ബഹുമാനിച്ചുകൊണ്ട്, അവരെ പരിഗണിച്ചുകൊണ്ട്, അവർക്ക് മതിയായ വാല്യൂ കൊടുത്തുകൊണ്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രാധാന്യമുള്ള സംഗതിയാണ്. കാരണം അന്ന് ആ ഒരു വീഡിയോയിൽ ഞാനത് ഉദാഹരണമായിട്ട് അത് തന്നെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ,
മെസ്സി, ലയണൽ മെസ്സി എന്ന് പറയുന്ന ആ ലോക ഫുട്ബോൾ ഇതിഹാസം അവിടെ നിന്നിട്ട് എല്ലാവരോടും വളരെ സീരിയസ് ആയിട്ട് എല്ലാവരോടും സംസാരിക്കുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവളിങ്ങനെ ചവച്ചുകൊണ്ട് എന്നിട്ട് മെസ്സി ഇങ്ങനെ ഇവളുടെ വായിലേക്ക് ഇങ്ങനെ നോക്കുക, ഈ ചവക്കുന്നത് ഇങ്ങനെ നോക്കുക, ഈ ഒരു വെറുപ്പോട് കൂടെ നോക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതൊക്കെ ഒരാളുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ ഒരാളുടെ ഓറയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ളത് ഒരു പെരുമാറ്റവും നമ്മുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഫോൺ വിളിക്കുന്ന സമയത്താണെങ്കിലും നേരിട്ടാണെങ്കിലും നമ്മുടെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പല ഈ കോളൊക്കെ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ കസ്റ്റമേഴ്സിനെയൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അല്ലേ. എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ട്. എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ആൾ അടിപൊളിയായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവിടുന്ന് ഇടയ്ക്ക് പാത്രത്തിന്റെ തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പാത്രം ഇങ്ങനെ തട്ടുന്നതും മുട്ടുന്നതും, അടുക്കളയിൽ മറ്റേ പാത്രങ്ങളുമായിട്ട് ഉള്ള എന്തോ തിരക്കിലാണ്. പക്ഷെ ഇങ്ങനെ ഒരു മൾട്ടി ടാസ്ക് ചെയ്യുന്നതും ഈ സംസാരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യും, ഒരു അരോചകത്വം ഉണ്ടാക്കും, അതല്ലെങ്കിൽ ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ബിസിനസ്സിലെ എറ്റിക്കറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫോൺ വിളിക്കുമ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള നമ്മളെ പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും അവർക്ക് വേണം. അപ്പോൾ അത് അല്ലേ, നമുക്കറിയാം മൾട്ടി ടാസ്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, അപ്പോൾ 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ട് അവിടെ വേറെ എന്തൊക്കെയോ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വേറൊരാളെ വിളിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ കൂട്ടുകാരത്തികളെ വിളിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ചങ്ങായിമാരെ വിളിക്കുന്ന പോലെയോ നമുക്ക് ബിസിനസ് കോൾ ചെയ്യാൻ പറ്റൂല അല്ലേ. ഇപ്പോൾ ജഹാന മാമിന് വീട്ടിലെ അടുക്കള പണികളുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും മാഡത്തിൻ്റെ കൂട്ടുകാരത്തികളെ വിളിച്ച് സംസാരിക്കാൻ കഴിയുമായിരിക്കും. അതിന് നമുക്കൊരു പ്രൊഫഷണലിസം ഒരിക്കലും ആവശ്യമില്ല. പക്ഷെ അതേ സ്ഥാനത്ത് ജഹാന മാമിൻ്റെ ഒരു കസ്റ്റമറോടാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രൊഫഷണൽ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഫഷണാലിറ്റി കീപ്പ് ചെയ്യുക. ഒരിക്കലും അത്തരത്തിലുള്ള മൾട്ടി ടാസ്കിങ് ഒഴിവാക്കിയിട്ട് ആ ഒരു സമയത്ത് വളരെ കൃത്യമായിക്കൊണ്ട് ക്ലിയർ ആയിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ് വേണ്ടത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ബിസിനസ്സിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇമെയിൽ എറ്റിക്കറ്റ് എന്ന് പറയും. അതായത് ഇപ്പോൾ പുതിയ കാലത്ത് ഇപ്പോൾ ഇമെയിൽ മാത്രമല്ല, ഇപ്പോൾ പുതിയ കാലത്ത് വാട്സപ്പും ഒക്കെ വരുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ എൻക്വയറികളൊക്കെ മെയിനായിട്ട് പോകുന്നത് വാട്സപ്പ് വഴിയാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ AJH അക്കാഡമീൻ്റെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ പലപ്പോഴും, അല്ലെങ്കിൽ അക്കാഡമിയോ അല്ലെങ്കിൽ എന്തൊക്കെ സംഗതികളുമായിട്ട് നമ്മൾ പലപ്പോഴും ബന്ധപ്പെടുന്നത് ഇത്തരത്തിൽ വാട്സപ്പ് വഴിയായിരിക്കും. അപ്പോൾ ആ വാട്സപ്പിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിനൊക്കെ വളരെ വാല്യൂ ഉണ്ട്. ആ ഫസ്റ്റ് റെസ്പോൺസ് ഒക്കെ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നതും അല്ലേ. അപ്പോൾ അതേപോലെ വാട്സപ്പിൽ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന റെസ്പോൺസ് വളരെ നന്നായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ അതൊന്നും പറയാതെ ജസ്റ്റ് ഒരു പ്രൊപ്പോസൽ, ഇപ്പോൾ നമ്മുടെ ബിസിനസ് എന്താണെങ്കിലും ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊപ്പോസൽ ആൾക്കണ്ട് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്തൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കോഴ്സ് ചെയ്യാം എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കുക തന്നെ ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മീറ്റിംഗ് എറ്റിക്കറ്റ് എന്ന് പറയുന്നത്. ഒരു മീറ്റിംഗ് അല്ലേ, ഇപ്പോൾ നമ്മളൊരു മീറ്റിംഗ്, ഒരു ബിസിനസ് മീറ്റിംഗ് നമ്മൾ നടത്താൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു ബിസിനസ് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തു. ആ മീറ്റിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ട് പങ്ക്ച്വാലിറ്റിയാണ് അല്ലേ. പങ്ക്ച്വൽ ആവുക, പങ്ക്ച്വാലിറ്റി, ടൈമിൽ നമ്മൾ ബി ഓൺ ടൈം എന്നുള്ളതാണ്. നമ്മൾ വളരെ കൃത്യത പാലിക്കുക. നമ്മൾ പലപ്പോഴും എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ നേരത്തെ എത്തിയിട്ട് ഇപ്പോൾ എന്താ എന്ന് കരുതിയിട്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ നിൽക്കും അല്ലേ. പക്ഷേ അത് ട്രാഫിക്കും മറ്റു കാരണങ്ങളൊക്കെ ആയാലും നമ്മൾ പലപ്പോഴും കറക്റ്റ് ടൈമിൽ എത്താൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മളെ നമ്മുടെ ബിസിനസ്സിൽ തരം താഴ്ത്തിക്കൊണ്ടേയിരിക്കും, അതല്ലെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന. എന്താണ് ഇപ്പോൾ സമയം പാലിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ് എങ്ങനെ പരാജയപ്പെടുക എന്ന് നമ്മൾ ചിന്തിക്കും. സമയം പാലിച്ചില്ലെങ്കിൽ എങ്ങനെ പരാജയപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കും. അത് നമുക്ക് മനസ്സിലാവില്ല. ഈ സമയം പാലിക്കാത്തത് നമ്മുടെ മുമ്പിലുള്ള ആളുകൾക്ക്, അതല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്, നമ്മുടെ ക്ലയൻസിന് ഒരു അരോചകത്വം, ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും അല്ലേ. ആ ഒരു ഇംപ്രഷൻ തന്നെയാണ് അവർ മറ്റുള്ളവർക്ക് പാസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരിക്കലും എല്ലാ കാലത്തും മാർക്കറ്റിങ്ങോ അതല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് മാത്രമായിട്ട് നമുക്കൊരിക്കലും ഒരു ബിസിനസ്സിലും സക്സസ് ആവാൻ കഴിയില്ല. അതുമാത്രമായിട്ട് അതോടൊപ്പം നമുക്ക് വേണ്ടത്, ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് മൗത്ത് പബ്ലിസിറ്റിയാണ്. ആ മൗത്ത് പബ്ലിസിറ്റീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്
നമ്മൾ ഓൺ ടൈം ആവുക. എന്തൊരു കാര്യത്തിനും, അത് നമ്മളൊരു കാര്യം എത്തിച്ചു കൊടുക്കുന്നതാണെങ്കിലും ഡെലിവറി ആണെങ്കിലും അവിടെയൊക്കെ, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ വെച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പ് ആണെങ്കിലും എല്ലാത്തിലും ഒരു ടൈം പങ്ക്ച്വാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ് അപ്രോപ്രിയേറ്റ്ലി, ഏറ്റവും മനോഹരമായിട്ട് ഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക, അല്ലേ? നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ട്, വളരെ ഫോർമൽ ആയിക്കൊണ്ട് തന്നെ, അല്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു ഒഫീഷ്യൽ പ്രോഗ്രാമിന് പോകുമ്പോൾ തുണിയൊക്കെ മാടി കുത്തിയിട്ട് പോയാൽ, അല്ലേ, ഒരു എന്താ പറയുക, ഒരിക്കലും അപ്രോപ്രിയേറ്റ് ആവില്ല. അതല്ലെങ്കിൽ അത് ഒരു ഇൻഫോർമലായിട്ട് നമുക്ക് പല ആളുകൾക്കും ഫീൽ ചെയ്യും. അപ്പോൾ വളരെ സ്റ്റാൻഡേർഡ് ആയിക്കൊണ്ട് തന്നെ ഡ്രസ്സിങ് നമ്മൾ ശ്രദ്ധിക്കാം. ഡ്രസ്സിങ് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഇങ്ങോട്ടൊരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക. ഡോൺ ഇൻ്ററപ്റ്റ് എവർ. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡോൺ ഇൻ്ററപ്റ്റ്, അല്ലേ? ഒരിക്കലും തന്നെ ഇങ്ങോട്ടേക്ക് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും അങ്ങോട്ട് കയറി സംസാരിക്കാതിരിക്കുക. ഇടയ്ക്ക് കയറിയിട്ട് അങ്ങോട്ടേക്ക് സംസാരിക്കാതിരിക്കുക, അല്ലേ? നമ്മൾ നേരത്തെ മുമ്പ് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ റെഡിയാക്കാം, ആയിക്കോട്ടെ, ശരി ശരി. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറിയിട്ട് അങ്ങോട്ട് കയറി സംസാരിക്കാതെ, അല്ലേ? നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൽ നമുക്ക് കോൺഫിഡൻസ് നല്ലതാണ്. പക്ഷേ ആ കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മളോട് ഒരു ആർഗ്യൂ ചെയ്യാൻ വരുന്ന ഒരു കസ്റ്റമറോട് നമ്മൾ തിരിച്ച് ആർഗ്യൂ ചെയ്യാനും അതല്ലെങ്കിൽ ലൗഡായിട്ട് സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ആ കസ്റ്റമർ നഷ്ടപ്പെട്ടു പോവാൻ കാരണമാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുക. അതും ഏതൊരു മീറ്റിങ്ങിലെയും, ചിലപ്പോൾ ക്ലൈൻറ്റ് മീറ്റിംഗ് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആയിരിക്കാം, എന്ത് തന്നെ ആവട്ടെ, അതല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പ്രോഡക്റ്റിൽ നിന്ന് അവർക്ക് വേണ്ടതായ ഒരു അവർക്കുള്ള ഒരു തൃപ്തി കിട്ടാത്തതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് സംസാരിക്കാൻ വരുമ്പോഴും, ഏതൊരു മീറ്റിംഗ് ആകുന്ന സമയത്തും, അതല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട്, ക്ലൈൻറ്റുമായിട്ട്, കസ്റ്റമറുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് പറയാനുള്ളത് മുഴുവനായിട്ട് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്, അല്ലേ? അത് നമുക്കറിയാം, അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയിന്റ് ഉണ്ടാവും, നമ്മൾ പറയുന്നതായിരിക്കും കാര്യം, അല്ലെങ്കിൽ നമ്മളെ അടുത്തായിരിക്കും ന്യായം ഉണ്ടാവുക. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി സംസാരിക്കുന്നത് ഈസ് ഈക്വൽ ടു ഡിസ്റെസ്പെക്റ്റ്. അതെന്താണ്? അത് ഡിസ്റെസ്പെക്റ്റ് ആണ്. തീർച്ചയായിട്ടും അത് ബഹുമാനക്കേട് തന്നെയാണ്. എന്നാൽ അവർ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് പക്ക പ്രൊഫഷണലിസമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കുന്നിടത്ത്, മീറ്റിങ്ങുകളിലൊക്കെ കൃത്യമായിട്ട് കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ബോഡി എറ്റിക്കറ്റ് എന്ന് പറയും. ബോഡി ലാംഗ്വേജ് എറ്റിക്കറ്റ്, അതായത് നമ്മൾ ബോഡി ലാംഗ്വേജിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട, പാലിക്കേണ്ട മര്യാദകൾ, അല്ലേ? ഒരു ബിസിനസ്സിൽ നമ്മൾ ശാരീരികപരമായിട്ട് നമ്മുടെ അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം. ഇപ്പോൾ സിംപ്ലി നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത്, നമ്മുടെ കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഐ കോണ്ടാക്റ്റ് വളരെ പ്രധാനമാണ്. വേറെ എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കസ്റ്റമറോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു നെഗ്ലക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്നെ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് ആ കസ്റ്റമർക്ക് ഫീൽ ചെയ്യും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൈയൊക്കെ കെട്ടിയിട്ട് സംസാരിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ ആളെന്തെങ്കിലും ഇങ്ങോട്ടേക്ക് ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവരോട് കൈയൊക്കെ ചൂണ്ടിയിട്ട് സംസാരിക്കുക. അതൊക്കെ വളരെ വളരെ മൈനസായി, അതല്ലെങ്കിൽ ആ കസ്റ്റമറെ നമുക്ക് നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന ഒരുപാട് രീതികളാണ്. പിന്നെ നല്ല ടൂണും നല്ല ആറ്റിറ്റ്യൂഡിലൊക്കെ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ്. നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് പുതിയ കാലത്ത് ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ, അല്ലേ, നമുക്ക് ഇപ്പോൾ ഏതൊരു ഫേമാണെങ്കിലും ആ ഫേമിനൊരു ഒരു മീഡിയ പ്രൊഫൈൽ ഉണ്ടാകും. ആ പ്രൊഫൈലിൽ നമ്മൾ എന്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നു, അവിടെ നമുക്ക് പക്ക പ്രൊഫഷണലിസം നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളെ, അല്ലേ, കാരണം ഇന്നത്തെ കാലത്ത് ഒരു കമ്പനി ആവട്ടെ, ഒരു അക്കാഡമി ആവട്ടെ, എന്തൊരു സംഗതിയാണെങ്കിലും, ഒരു ഫേം ആണെങ്കിലും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് അറിയാൻ, അവരുടെ സർവീസുകളെ കുറിച്ച് അറിയാൻ, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ ഏതൊരാളും ആദ്യമായിട്ട് ചൂസ് ചെയ്യുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ആയിരിക്കും. അപ്പോൾ ആ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കുറേ സെൽഫി എടുത്തതും, അതല്ലെങ്കിൽ നമ്മൾ കുറേ മൈലാഞ്ചി ഇട്ടതും, അത്തരത്തിലുള്ള എന്താ പറയുക, ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ
അത് തീർച്ചയായിട്ടും ആ ഒരു പ്രൊഫഷണലിസം, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഇതുമായിട്ട് എൻക്വയറി ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത ആൾക്ക് ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും എന്നുള്ളത് സത്യമാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം എന്ത് ചെയ്തു, നമ്മൾ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിന് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കമൻറ്റ് വന്നു. അപ്പോൾ ആ കമൻറ്റ് വരുന്ന സമയത്ത് നമുക്കറിയാം പല ആളുകളും ചെയ്യാറുണ്ട് എന്ത്, അതിൽ ആ കമൻറ്റിന് താഴെ തെറി പറയുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ വളരെ വൾഗറായിട്ടൊക്കെ എന്താ പറയുക ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പ്രൊഫഷണലിസത്തെ തന്നെയാണ് ബാധിക്കുക എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ. ഒരാൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റിൽ അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, നേരിട്ട് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അത് ചോദിക്കും. അത് ചോദിക്കുന്നത് തന്നെ പലപ്പോഴും നമ്മുടെ കമൻറ്റിന് നമ്മുടെ വീഡിയോകളുടെ കമൻറ്റിലോ അല്ലെങ്കിൽ പോസ്റ്റുകളുടെ കമൻറ്റിലൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അത് മര്യാദക്ക് ഏറ്റവും മര്യാദ രൂപേണ നമ്മളത് കൈകാര്യം ചെയ്യണം. കാരണം നമ്മൾ പറയുന്നത് കസ്റ്റമർ മാത്രമല്ല കേൾക്കുന്നത് അല്ലേ. നമ്മുടെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞാൽ പോലും അത് ചിലപ്പോൾ 4 ആളെ കേൾക്കുള്ളൂ. പക്ഷേ പബ്ലിക് മീഡിയകളുടെ മുന്നിൽ നമ്മൾ പറയുന്ന സമയത്ത് അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു കമൻറ്റ് ഇട്ടിട്ട് അയാൾ കണ്ടിട്ട് ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്താൽ പോലും ആ സ്ക്രീൻഷോട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡോ എന്തെങ്കിലുമൊക്കെ എല്ലാ കാലത്തും നമ്മൾ ഏതൊരു കമ്പനി തുടങ്ങിയാലും ആ കമ്പനിയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന രീതിയിൽ നമ്മുടെ വോയിസും നമ്മുടെ കമൻറ്റുകളൊക്കെ മാറും. അപ്പോൾ അത്ര ഒരു ഗൗരവത്തോടു കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബിസിനസ്സിൽ സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ക പ്രൊഫഷണൽ ആയിരിക്കണം. ഇപ്പോൾ ഒരാൾ ഒരു പ്രശ്നം കമൻറ്റിൽ പറഞ്ഞാൽ തന്നെ ആളെ പരിഗണിച്ചുകൊണ്ട് വളരെ മര്യാദ രൂപേണ അവരോട് പറയുക, സാറേ അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾക്ക് ഞാൻ സാർ എന്നെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിങ്ങളുടെ നമ്പർ കൊടുക്കുക. നമുക്കത് പരിഹരിക്കാം, എന്നെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ നമ്പർ കൊടുക്കുക. അതല്ലെങ്കിൽ സാറിന് ഞാൻ പേഴ്സണലി എൻ്റെ നമ്പർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാവോ എന്ന് ചോദിക്കുക. അതൊരു പരിഗണനയാണ്. ആളുടെ ആ മുറിപ്പെട്ട വികാരത്തെ നമ്മൾ പരിഗണിച്ചു എന്ന ഒരു തോന്നൽ അവിടെ ഉണ്ടാകും. അത് ആൾക്ക് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും നല്ല കസ്റ്റമേഴ്സിനെ നിലനിർത്താനും പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനും അത് ഉപകരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ എത്തിക്കറ്റ്സിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് കേൾക്കുന്നില്ല എല്ലാവരും? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ബിസിനസ് എത്തിക്സിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ബിസിനസ് എറ്റിക്കറ്റ്സിനെ കുറിച്ചിട്ടും പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ ആവശ്യം? ഏതാണ് നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്? ബിസിനസ് എത്തിക്സിനെ കുറിച്ചും പറഞ്ഞു, ബിസിനസ് എറ്റിക്കറ്റ്സിനെ കുറിച്ചും പറഞ്ഞു. ഏതാണ് കൂടുതലായിട്ട് നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ആവശ്യം? എറ്റിക്കറ്റ്സ് അല്ലേ. എറ്റിക്കറ്റ്സും ആവശ്യമാണ്, എത്തിക്സും ആവശ്യമാണ്. അതായത് ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം, രണ്ടും നമുക്ക് ആവശ്യമാണെന്ന് പറയാം. എത്തിക്സ്, നമുക്ക് നല്ല എത്തിക്സ് ഉണ്ട് എന്ന് സങ്കല്പിക്കാം. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ കൊടുക്കണം, അതല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ആളുകളെ ട്രീറ്റ് ചെയ്യണം, അത്തരത്തിലുള്ള നല്ല എത്തിക്സ് നമുക്കുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ബിസിനസ് എറ്റിക്കറ്റ്സ് മോശമായി കഴിഞ്ഞാൽ, അതായത് ഒരാളുമായിട്ട് പെരുമാറുന്നത് മോശമായി കഴിഞ്ഞാൽ അല്ലേ, അപ്പോൾ നമുക്കൊരു റഫ് ഫേസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. എന്നാൽ പിന്നെ അതേപോലെ നമ്മൾ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് എത്തിക്സ് ഇല്ല, എറ്റിക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറ്റൂല. അപ്പോൾ എന്തായി? അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന എറ്റിക്കറ്റ്സ് ഒക്കെ ഒരു മാസ്ക് മാത്രമായി അല്ലേ, ഒരു മുഖംമൂടി മാത്രമായി. അപ്പോൾ മാം പറഞ്ഞ പോലെ എറ്റിക്കറ്റ്സും വേണം അല്ലേ. എറ്റിക്കറ്റ്സ് വളരെ നിർബന്ധമാണ്. എത്തിക്സ് എന്ന് പറയുന്നത് പുറമെ പ്രത്യക്ഷമായിട്ട് കാണൂലെങ്കിലും എക്സ്റ്റേണലി നമ്മൾ അല്ലേ ഏറ്റവും കൂടുതലായിട്ട് കസ്റ്റമറുടെ അടുത്ത് നിന്ന് നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് കസ്റ്റമർക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് ബിസിനസ് എറ്റിക്കറ്റ്സ് ആയിരിക്കും. ആ എറ്റിക്കറ്റ്സ് കറക്റ്റ് ആയാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ചെറിയ ക്വാളിറ്റി കുറവുകളൊന്നും പ്രശ്നം ഉണ്ടാവില്ല. എറ്റിക്കറ്റ്സ് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ
നമ്മൾ കൃത്യമായിട്ട് ഓർമ്മയിലിരിക്കട്ടെ. പിന്നെ അതുപോലെ അപ്പോൾ എന്തായാലും ഇനി അടുത്ത സെഷനിൽ നമ്മൾ ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസത്തിലുള്ള ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിലേക്ക് അയക്കാം, അടുത്ത ക്ലാസ് ഏതാണെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഈ ബിസിനസ് എറ്റിക്കറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട നോട്ട്സ് കാര്യങ്ങളും കൂടെ ഇന്ന് ഗ്രൂപ്പിലേക്ക് അയക്കാം കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടോ? സ്നേഹ മാം, റഷീദ മാം, ജഹാന മാം? കഴിഞ്ഞ മാസം എനിക്ക് മിസ്സായിരുന്നു സാർ, അപ്പൊ അതിന്റെ ഒരു ഗ്രൂപ്പിലിടുവോ സാർ? അതിന്റെ ലിങ്ക് നിങ്ങൾ ഞാൻ അക്ബർ സാറിനോട് പറയാം. ഓക്കെ, സാർ അയച്ചു തരും. ഓക്കെ, എന്തെങ്കിലും വേറെ സംശയങ്ങളോ മറ്റോ ഉണ്ടോ ജഹാന മാം, റഷീദ മാം? ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ആ ഒരു കണ്ട സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ്. നമ്മൾ ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഹാൻഡ്ലിങ് അല്ലേ? ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത്, അതിപ്പോൾ കസ്റ്റമർ ആവട്ടെ, അതല്ലെങ്കിൽ നമ്മൾ ഫീഡ്ബാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ആവട്ടെ, ആ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അതൊരു കഴിവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പറയാനുള്ള കാരണം, ഞാനിപ്പോൾ ഇന്നലെ നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസഫിൻ്റെ എൻ്റെ ഫേവറേറ്റ് ഓതറാണ്. ആളുടെ എല്ലാ പുസ്തകവും വായിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. ഒരു എന്താ പറയുക, സ്നേഹം പരത്തുന്ന മനുഷ്യനാണ് ജോസഫ് അന്നംകുട്ടി ജോസഫ്. ആളുടെ ടോക്ക് കേൾക്കാറുണ്ടോ? സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ? ഓക്കെ 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 ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. എന്താ പറയുക, ഒരുപാട് ജീവിതത്തിൽ സാമ്യതകൾ തോന്നിയൊരു മനുഷ്യനാണ്. അപ്പോൾ ആളോട് നമ്മൾ ആളുടെ പ്രോഗ്രാമിലൊക്കെ ഓരോ ആളുകൾ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ആൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രൊഫഷണലായിരിക്കും. ഭയങ്കര പ്രൊഫഷണലായിട്ട്, എന്നാൽ അതിലപ്പുറത്ത് കേൾക്കുന്ന ആൾക്ക് അത്രയും മനോഹരമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ആളെ നന്നായിട്ട് പരിഗണിച്ചു എന്നും, അതല്ലെങ്കിൽ ആളെ ഏറ്റവും നല്ല രീതിയിൽ എന്താ പറയുക, അത് നിങ്ങൾ ആളുടെ സെഷനുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ലാസ്റ്റ് ആയിരിക്കും ആൾ പലപ്പോഴും ഒരു 3/4 മണിക്കൂറൊക്കെ സംസാരിച്ചിട്ട് ബാക്കി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ എന്താ പറയുക കൂടുതൽ സമയം ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻ സെഷനുകൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഒരു ചോദ്യം ചോദിക്കുന്ന ആൾ അത് എത്ര കടുപ്പത്തിലുള്ള ചോദ്യമാണെങ്കിലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. കാരണം ഈ ബിസിനസ്സിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്ക് നമുക്ക് ഒറ്റയടിക്കൊരു ഈ പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ പണ്ട് ഇയാൾ പറഞ്ഞ പോലെ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. സിംപിളി അത് ഒരുപാട് കണ്ട് ഒരുപാട് കേട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂകൾ കാണാറുണ്ടോ? എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കോഴ്സോ അല്ലെങ്കിൽ കട്ടിങ്ങുകളൊക്കെ കാണാറുണ്ടോ? ഭയങ്കര സംഭവമായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും. അതായത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ഇയാളല്ലോ ഷൈൻ ടോം ചാക്കോ, ആളിത്തിരി എന്താ പറയുക, റോങ് ആയിട്ടൊക്കെ പറയുമെങ്കിലും ആളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൾ കൊടുക്കുന്ന മറുപടികൾ, ഇതൊക്കെ എന്തിനിപ്പോൾ നമ്മൾ അറിഞ്ഞു വെക്കണം? നമുക്കിതിലൊക്കെ പഠിക്കാണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ്സിൻ്റെ മുൻനിരയിൽ ഒരു ഫ്രണ്ട് ഓഫീസിൽ വന്നിരുന്ന് ജീവിതം കളയാനല്ല നമ്മൾ ഈ ഒരു CRMൻ്റെ കോഴ്സ് ചെയ്യുന്നത്. അതിനിപ്പോൾ ഓൾറെഡി നിങ്ങളൊക്കെ വളരെ സൂപ്പറാണ്. ഇപ്പോൾ സ്നേഹ മാം ഓൾറെഡി അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ടാവും. കാരണം അത് ആളുടെ എന്താ പറയുക, ആ ചിരിയിലുണ്ട് ആ കോൺഫിഡൻസ്. അത് എന്തായാലും ഇനിയും അതിൽ ഉയർച്ചകൾ ഉണ്ടാവട്ടെ. പക്ഷെ അതിലേക്കാളപ്പുറത്ത് എന്നും അവിടെ ഇരിക്കുക എന്നതിലൊക്കെ അപ്പുറത്ത് നിങ്ങൾ ഭാവിയിൽ ബിസിനസ്സിൻ്റെ തലപ്പത്തേക്ക് വരണം. നിങ്ങൾ ഏതാണോ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരാശയം നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് എൻ്റെ കഴിവുകളും എൻ്റെ ചുറ്റുപാടുകളും വെച്ച് എനിക്കെന്ത് ബിസിനസ്സായിട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ, ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ, എന്നും ഒരു എംപ്ലോയി എന്ന ലെവലിൽ നിന്ന് മാറിയിട്ട് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിലേക്ക്, അതിലപ്പുറം ഒരു ബിസിനസ്സിലേക്ക്, എന്നിട്ട് പിന്നീട് ഒരു ഇൻവെസ്റ്ററിലേക്ക്, ഈ ഒരു രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാവണം നമ്മുടെ ഓരോ ദിവസവും. എന്നും നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നൊരു ചിന്ത എല്ലാ ദിവസവും രാത്രി നമ്മൾ നമ്മളോട് ചോദിക്കണം.
ഞാൻ എന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളേക്ക് ഞാൻ എന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ ഇന്ന് എന്തെങ്കിലും ചെയ്തോ എന്നൊരു ഒരു ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കാം. അങ്ങനെ ആ ചോദ്യത്തിന് യെസ് എന്നൊരു ഉത്തരം കൊടുക്കുന്ന രീതിയിലാവണം നമ്മളുടെ ഓരോ ദിവസവും കഴിഞ്ഞു പോകേണ്ടത്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഇതിനോടൊപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള ആളുകളുടെ വീഡിയോസ് കാണുക, അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ കാണുക. ഈ ഇൻ്റർവ്യൂകളൊക്കെ കാണുന്ന സമയത്ത് അവർ ജീവിതത്തിൽ നേരിട്ട പല പ്രശ്നങ്ങളും അവരെങ്ങനെ തരണം ചെയ്തു എന്ന്, ഇപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്ന പോലെ പല പ്രശ്നങ്ങളും അനുഭവിച്ച പല സക്സസ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവരുടെ ജീവിതത്തിൽ ഇപ്പം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ പ്രശ്നം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ അവരെങ്ങനെയാണ് തരണം ചെയ്തേ എന്നതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ടോക്കിൽ നിന്ന് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനല്ലേ, നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും. നമ്മളെപ്പോലെ തന്നെ കഴിഞ്ഞു പോയ ഒരുപാട് ആളുകൾ തന്നെയാണ് അവരൊക്കെ. പക്ഷെ അവിടെ ഏതൊക്കെയോ ഒരു പോയിന്റിൽ, ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ഒരു പോയിന്റിൽ പുതിയതെന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ ചിന്തിച്ചത് മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് അവർക്ക് എന്തുണ്ടായത്, ബെനിഫിറ്റുകൾ ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ CRM എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്, ഒരു ബേസ് മാത്രമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഒരു ബിസിനസ് ഞാൻ എന്ത് ചെയ്യണം, എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ ആലോചനകൾ വളർന്നുകൊണ്ടേയിരിക്കണം. അതിന് വേണ്ടത് ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഒരുപാട് പോഡ്കാസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ നമുക്കിന്ന് സുലഭമാണ്. അതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ ഫ്രീ ടൈമിലൊക്കെ നമ്മൾ ഈ റീൽസും തോണ്ടിക്കൊത്തിരിക്കുന്ന സമയത്ത് അതൊക്കെ പരിപൂർണമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ജീവിതത്തിൽ കാണും. ഒരിക്കലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 10ാം ക്ലാസ്സിലും +2ലും പഠിക്കുന്ന കുട്ടികളോട് പറയുന്ന പോലെയല്ല, ജീവിതം എന്താണെന്ന് പഠിച്ചു ജീവിതത്തിൻ്റെ രുചി അറിഞ്ഞവരാണ് നിങ്ങളൊക്കെ. ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും, ഇപ്പോൾ സ്നേഹാമയമാണെങ്കിലും റഷീദാമയമാണെങ്കിലും ജഹാനാമയമാണെങ്കിലും ജീവിതത്തിൻ്റെ രുചി അറിഞ്ഞവരാണ് അല്ലേ? അപ്പോൾ ഒരിക്കലും ഇപ്പോൾ നമ്മളൊരു 10ാം ക്ലാസ്സിലെ കുട്ടീനോട് പറയുന്ന സമയത്ത് അവർക്ക് ജീവിതം പഠിച്ചിട്ടില്ല. അവർക്ക് നമ്മൾ എത്ര മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാലും അതിലപ്പുറത്ത് അവർ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ആ മോട്ടിവേഷൻ്റെ വില പോവും, അതിൻ്റെ ചൂട് കുറയും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചാൽ ആ തീരുമാനം നിങ്ങളെടുത്ത് നിങ്ങൾക്ക് എപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. നിങ്ങൾ സീരിയസ് ആയിട്ട് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് എന്തൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ കഴിയും, അതിന് എൻ്റെ കഴിവും എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ ചുറ്റുപാടുകളും വെച്ച് എന്തെങ്കിലുമൊക്കെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ സ്വയം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാവണം. എനിവേ എല്ലാവർക്കും എന്താ പറയുക, ഒരു ഹാപ്പി ആയിരിക്കട്ടെ, നല്ലൊരു ജീവിതം, നല്ലൊരു ദിവസങ്ങൾ മുന്നോട്ട് ആശംസിക്കുകയാണ്. പിന്നെ റഷീദ മാം, ജഹാന മാം, അവർക്ക് ഇന്നിപ്പോൾ നോമ്പ് മാസം തുടങ്ങിയല്ലോ അല്ലേ? പിന്നെ ഈസ്റ്ററിൻ്റെ ടൈമായി തോന്നുന്നുണ്ടല്ലേ, നമ്മുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എനിവേ എല്ലാവർക്കും ഹാപ്പി ആയിരിക്കുക. വേറെ ഒന്നുമില്ലല്ലോ, സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? സെഷൻ അവസാനിപ്പിക്കാമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. പിന്നെ എന്തെങ്കിലും ക്ലാസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ, സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഇനി ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, സീ യു. താങ്ക് യു സർ.